ഹലോ ഹായ് നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഞാൻ റഷീദ് തായലാർ. എന്താണ് ഫോട്ടോ എടുക്കേണ്ടത്? ഞാനിപ്പം ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യുന്ന ഒരാളാണ്. നോർമലി 2 ദിവസത്തെ ഫോട്ടോഗ്രാഫി ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ ഞങ്ങൾ ഒരു ഔട്ട്ഡോർ പ്രാക്ടിക്കൽ സെഷന് ഒരു ടൂറ് പോലെ അങ്ങ് പോകും. അപ്പോൾ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പഠിക്കാൻ വന്ന ആൾക്കാരൊക്കെ ചെയ്യും, അയ്യോ അവിടെ പോയിട്ട് എന്താ ഉള്ളത്, അവിടെ എന്താ ഫോട്ടോ എടുക്കാനുള്ളത്, അവിടെ എന്താണ് എടുക്കേണ്ടത്, അവിടെ ഒന്നുമില്ല, ഡ്രൈ ആണ്, അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കും ഇല്ല എന്നുള്ളതാണ് അധികം പേരും പറയാറുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വരുന്നത്. എന്താണ് ഫോട്ടോ എടുക്കേണ്ടത്? നമ്മൾ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഒരു സംഭവത്തെക്കുറിച്ച് ഫോട്ടോ എടുക്കാൻ നമ്മൾ ആലോചിക്കുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അവിടെ ചിന്തിക്കരുത്. നമ്മൾ ഇന്ന സ്ഥലത്ത് പോകുന്നു എന്ന് മാത്രം ചിന്തിക്കുക. അവിടെ പോകുമ്പോൾ അവിടെ എന്താണ് ഫോട്ടോ എടുക്കാനുള്ളത് എന്നതിന് പകരം അവിടെ എന്താണ് പുതിയതായിട്ട് കണ്ടെത്താനുള്ളത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഡെയിലി പോകുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കാൻ പോകുന്ന ഒരു ഹിൽ ടോപ്പ് ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, അവിടെ നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് നിങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുതുതായിട്ട് എന്താണ് കണ്ടെത്താൻ സാധിക്കുക എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പം ഒരേ ഡിവൈസ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഒരു ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ എപ്പോഴും എടുക്കുന്നതിനകത്ത് എന്താ ഉള്ളത് എന്ന് ആണ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്ത വരിക. ആ സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണിനെ, ഈ ഒരു പഴയ ഒരു കല്ല്, ഇതെന്ത് തന്നെയായാലും അതിനെ പുതിയ രീതിയിൽ എങ്ങനെ കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്. പുതിയ രീതിയിൽ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ കാണിക്കാം, അതായത് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് വ്യത്യസ്തമായ രീതിയിൽ അതിനെ എനിക്ക് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ വസ്തുവിൽ ഒരു കല്ലെടുത്തിട്ട് നിങ്ങളോട് ഫോട്ടോ എടുക്കാൻ പറയുമ്പോഴും നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം എടുക്കുന്നതും ആ കല്ലിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഷോട്ട്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറയുന്നതിന് മുന്നേ അവിടെ ഒന്നുമില്ല, നമ്മൾ പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്നതിനേക്കാളും എവിടെയാണോ നിങ്ങളോട് പോയി ഫോട്ടോ എടുക്കാൻ പറയുന്നത് അവിടെ വ്യത്യസ്തമായിട്ട് അവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനകത്തൊരു പുതുമ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നാലോചിക്കുക. ഒരിക്കലും ഒരു ഭൂമിയിലുള്ള ഒരു വസ്തുവും ഫോട്ടോ എടുക്കാൻ പറ്റാത്തതല്ല, എല്ലാം ഫോട്ടോ എടുക്കാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിയേഷൻ തന്നെയാണ്. നമ്മളത് തിരിച്ചറിയാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകുന്നവർ എന്താണ് അവിടെ കണ്ടെത്താനുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ദിവസം പോകുന്ന സ്ഥലമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ വ്യത്യസ്തമായ കാൽപ്പാടുകൾ അവിടെ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾ ദിവസം പോയിരിക്കുന്ന ബസ് സ്റ്റോപ്പായിരിക്കും, പക്ഷേ അവിടെ വ്യത്യസ്തമായൊരു ആംഗിളിൽ പോകുമ്പം അവിടെ ഒരു നല്ലൊരു ഫ്രെയിം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും ഫോട്ടോ എടുക്കാൻ പോകുമ്പം വ്യത്യസ്തമായത് എന്താണ് അവിടെ കണ്ടെത്താനുള്ളത് എന്നാണ്. അത് ശരിക്കും പറയാൻ ഒരു ഇൻവെൻഷനാണ് നിങ്ങളവിടെ നടത്തേണ്ടത്. രണ്ടാമത് ഒരു ഫ്രെയിം നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഞാൻ ഇത് ഡെയിലി ഇരിക്കുന്ന കസേര, എൻ്റെ വരാന്തയിലുള്ള കസേരയാണ്. ഓക്കെ, അത് ഈ ഒരു രീതിയിൽ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമുണ്ടാവും. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത് അത് റെക്കോർഡ് ചെയ്തെടുക്കാനുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷനാണ്. അതായത് നിങ്ങളുടെ മനസ്സിലൊരു ചിത്രമുണ്ട്, ആ ചിത്രം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റിയാൽ മാത്രമേ അവിടെ നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുവേണ്ട ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണം, ക്യാമറ, അത് ഏത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങളെടുത്ത ചിത്രം വളരെ മനോഹരമായിരിക്കും. കാണുന്ന ആൾക്കാർക്ക് ഇപ്പം നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട് അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ദിവസം പോകുന്ന ഒരു സ്ഥലം അത് വ്യത്യസ്തമായ ഒരു ആംഗിളിൽ കാണിക്കുമ്പം നിങ്ങളുടെ കൂട്ടുകാർ പോലും പറയും, ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ആയിരുന്നോ അത്, അല്ലെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു വസ്തു ആയിരുന്നോ അത് എന്ന് അവർ തന്നെ നിങ്ങളോട് ചോദിക്കുന്ന ഒരവസ്ഥ വരും. ഓക്കെ, അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ്, അതായത് വളർന്നു വരുന്ന നിങ്ങളുടെ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആൾക്കാർ ഒരേ വസ്തുവിന് തന്നെ ഡിഫറെൻ്റ് ആംഗിളിൽ ഷൂട്ട് ചെയ്തിട്ട് അതിന് വ്യത്യസ്തമായ രീതിയിൽ എപ്പോഴും ഇന്ന് കണ്ട ഒരു 10 ദിവസം നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് 11ാമത്തെ ദിവസം വീണ്ടും പോയി അതിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരിക്കലും ഇനി അതിൻ്റെ ഞാൻ എടുക്കില്ല, അതെല്ലാം തീർന്നു എന്ന് ഒരിക്കലും പറയാതിരിക്കുക. അതിൽ അന്നേ ദിവസം 11ാമത്തെ ദിവസം നിങ്ങളോട് ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ അന്നേ ദിവസം അതിനകത്ത് എങ്ങനെയാണ് എനിക്കത് വ്യത്യസ്തമായ ഒരു പുതുമയോടുകൂടി കാണിക്കാൻ പറ്റുക എന്നുള്ളത് പരിശ്രമിച്ച് അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരിക.
ഓൾ റൈറ്റ്, ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഫോട്ടോഗ്രാഫിയിലേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കടന്നു വരുന്ന ആൾക്കാർക്ക് നല്ലൊരു സന്ദേശമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അതേ ശരിയായ രീതിയിൽ നിങ്ങളത് ഉൾക്കൊള്ളുകയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയുടെ ലെവല് ഉറപ്പായിട്ടും മാറും. അതിൻ്റെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏതൊരു സാധനം കാണുമ്പോഴും വ്യത്യസ്തമായ ഒരു രീതിയിൽ ഇതിനെങ്ങനെ കാണിക്കാം എന്നല്ലെങ്കിലും ഇതിനകത്തൊരു പുതുമ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഞാൻ റഷീദ് തായലാർ.